നാളെ രാവിലെ 10 മണിക്ക് എൻ്റെ വക്കീൽ ഓഫീസിൽ വെച്ച് കാണാം. എല്ലാ പേപ്പറുകളും തയ്യാറാണ്. ഫോണിൻ്റെ മറുതലയ്ക്കൽ നിന്ന് ആദിത്യൻ പറഞ്ഞ വാക്കുകൾ ഹൃദയയുടെ കാതുകളിൽ ഒരു ഇടുത്തി പോലെ മുഴങ്ങി. ഒരു വർഷം മുമ്പ് തികച്ചും അപ്രതീക്ഷിതമായി നടന്ന ആ സംഭാഷണം അവളുടെ ജീവിതം മാറ്റിമറിക്കുമെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല. ഹൃതിക ഒരു സാധാരണ ഇടത്തരം കുടുംബത്തിലെ പെൺകുട്ടി. അച്ഛൻ മരിച്ചതിന് ശേഷം കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ അവളുടെ ചുമലിലായിരുന്നു. അമ്മയുടെ ചികിത്സ, അനിയത്തിയുടെ പഠനം എല്ലാം അവളുടെ വരുമാനത്തെ ആശ്രയിച്ചിരുന്നു. ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ലഭിച്ച ജോലി ആശ്വാസമായെങ്കിലും ചില സാമ്പത്തിക പ്രതിസന്ധികൾ അവളെയും വല്ലാതെ അലട്ടിയിരുന്നു. ആദിത്യ നഗരത്തിലെ അറിയപ്പെടുന്ന ബിസിനസ്സുകാരൻ, പ്രശസ്തമായ ആദിത്യൻ ഗ്രൂപ്പിൻ്റെ ഏക അവകാശി. സമ്പത്തും പ്രതാപവും ഉണ്ടായിട്ടും സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നില്ല. കുടുംബപരമായ ചില കാരണങ്ങളാൽ 1 വർഷത്തിനുള്ളിൽ വിവാഹം കഴിച്ചേ മതിയാകൂ എന്ന് അയാളുടെ മുത്തശ്ശി നിർബന്ധം പിടിച്ചു. അല്ലാത്ത പക്ഷം കോടിക്കണക്കിന് വരുന്ന കുടുംബസ്വത്ത് ഒരു ചാരിറ്റി ട്രസ്റ്റിന് നൽകുമെന്ന് അവർ ശാഠിച്ചു. ആദ്യത്തിന് പ്രണയമോ വിവാഹത്തിലോ വിശ്വാസമുണ്ടായിരുന്നില്ല. അയാളുടെ ലോകം ബിസിനസ്സും ലാഭവും മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കോൺട്രാക്ട് വിവാഹം എന്ന ആശയം അയാൾക്ക് എളുപ്പത്തിൽ സ്വീകാര്യമായി. എനിക്ക് 1 വർഷത്തേക്ക് മാത്രമുള്ള ഒരു വിവാഹമാണ് ആവശ്യം. അതിനുശേഷം നമ്മൾ നിയമപരമായി വേർപിരിയും. ഈ 1 വർഷം എൻ്റെ കുടുംബത്തിന് മുന്നിൽ നമ്മൾ സന്തോഷമുള്ള ദമ്പതികളായി അഭിനയിക്കണം. ഇതിന് പകരമായി താങ്കളുടെ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും ഞാൻ ഏറ്റെടുക്കാം. കൂടാതെ ഒരു നിശ്ചിത തുക പ്രതിഫലമായും നൽകാം. ആദ്യമായി ഈ നിർദ്ദേശം കേട്ടപ്പോൾ ഹൃതിക ഞെട്ടിപ്പോയിരുന്നു. ഒരു വിവാഹത്തെ കരാറായി കാണാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ അവളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ അവളെ ആലോചിക്കാൻ പ്രേരിപ്പിച്ചു. അമ്മയുടെ ചികിത്സയ്ക്ക് അത്യാവശ്യമായി ഒരു വലിയ തുക വേണ്ടിയിരുന്നു. കൂടാതെ അനിയത്തിയുടെ എഞ്ചിനീയറിംഗ് പഠനച്ചെലവും അവളെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു. ആദിത്യൻ്റെ വാഗ്ദാനം ഒരു രക്ഷകനെ പോലെ തോന്നി. ദിവസങ്ങളുള്ള ഉറക്കമില്ലാതെ അവൾ ചിന്തിച്ചു. ഒടുവിൽ കുടുംബത്തിന് വേണ്ടി ആ കഠിനമായ തീരുമാനം അവൾ എടുത്തു. ഞാൻ സമ്മതിക്കുന്നു, അവൾ ആദിത്യനോട് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ഹൃതിക വക്കീൽ ഓഫീസിലേക്ക് പുറപ്പെട്ടു. അവളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളും ആശങ്കകളും ഉണ്ടായിരുന്നു. 1 വർഷം മാത്രം ദൈർഘ്യമുള്ള ഈ കരാർ വിവാഹം അവളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തും? ആദിത്യനുമായി ഒരുമിച്ചൊരു വീട്ടിൽ ജീവിക്കുന്നത് എങ്ങനെയായിരിക്കും? അഭിനയം എത്ര കാലം നിലനിൽക്കും? ഓഫീസിൻ്റെ വാതിൽ തുറന്നപ്പോൾ ഹൃതിക ആദിത്യനെ കണ്ടു. പതിവ് പോലെ ഗൗരവമുള്ള മുഖം. ഒരു നിമിഷം അവരുടെ കണ്ണുകൾ ഇടഞ്ഞു. ആ നോട്ടത്തിൽ ഒരുപാട് നിഗൂഢതകൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. വക്കീൽ ഓഫീസിലെ തണുത്ത AC-യിൽ പോലും ഹൃതികയുടെ നെറ്റിയിൽ നിന്ന് വിയർപ്പൊഴുകി. ആദിത്യൻ ഒരു കസേരയിൽ ചാരിയിരുന്ന് അവളെ തന്നെ നോക്കുകയായിരുന്നു. അയാളുടെ കണ്ണുകളിൽ ഒരു ഭാവഭേദവുമില്ല. ഇരിക്കൂ ഹൃതിക, ആദിത്യൻ ശാന്തമായി പറഞ്ഞു. പേപ്പറുകളെല്ലാം നോക്കിയല്ലോ അല്ലേ? ഹൃതിക തലയാട്ടി. കഴിഞ്ഞ രാത്രി അവളത് വായിച്ചു തീർന്നിരുന്നില്ല. 1 വർഷം ഭാര്യയായി ജീവിക്കണം, പൊതുവേദികളിൽ ഒരുമിച്ചുണ്ടാവണം, വ്യക്തിപരമായ കാര്യങ്ങൾ ഇടപെടരുത്, 1 വർഷത്തിന് ശേഷം യാതൊരു അവകാശവാദവും ഉന്നയിക്കരുത്. ഓരോ വാക്കും ഒരു ഇരുമ്പ് പലക പോലെ അവളുടെ മനസ്സിൽ തട്ടി നിന്നു. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ? ആദിത്യൻ ചോദിച്ചു. ഇല്ല. ഹൃദയക്ക് ശബ്ദം പുറത്തേക്ക് വന്നില്ല. അവൾക്ക് എങ്ങനെയെങ്കിലും ഈ പേപ്പറുകളിൽ ഒപ്പിട്ട് തീർത്താൽ മതിയായിരുന്നു. അവരുടെ മുന്നിൽ വക്കീൽ 2 പേപ്പറുകൾ വെച്ചു. ഇതാണ് വിവാഹ ഉടമ്പടി. ഇതിൽ 2 പേരും ഒപ്പിടണം. കൂടാതെ വിവാഹ രജിസ്റ്ററിലും ഒപ്പിടണം. എല്ലാം നിയമപരമായിരിക്കും. ഹൃതിക പേനയെടുത്ത് വിറയ്ക്കുന്ന കൈകളോട് ഒപ്പിട്ടു. അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനമായിരുന്നു അത്. ആദ്യത്തിനും ഒപ്പിട്ടു. യാതൊരു ഭാവവ്യത്യാസമില്ലാതെ ഒരു ബിസിനസ് ഡീൽ ഉറപ്പിക്കുന്ന ലാഘവത്തോടെ അയാൾ ഒപ്പിടുന്നത് ഹൃതിക കണ്ടു. നാളെ ഒരു ചെറിയ ചടങ്ങുണ്ടാവും എൻ്റെ വീട്ടിൽ വെച്ച്. വളരെ കുറച്ച് ആളുകൾ മാത്രം, പുറത്താരും അറിയരുത്, ആദിത്യൻ പറഞ്ഞു. ഹൃതിക തലയാട്ടി. അവൾക്ക് കൂടുതലൊന്നും ചോദിക്കാനുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ചോദിക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല. പിറ്റേന്ന് രാവിലെ ഹൃതിക തൻ്റെ ലളിതമായ സാരി ഉടുത്ത് ആദിത്യൻ്റെ ഡ്രൈവർ വന്ന കാറിൽ കയറി. അവളുടെ മനസ്സിൽ ഒരു ശൂന്യതയായിരുന്നു. ഒരു കല്യാണപ്പെട്ടിയുടെ സന്തോഷമോ ആവേശമോ അവൾക്കുണ്ടായിരുന്നില്ല. നഗരത്തിലെ ഏറ്റവും വലിയ ബംഗ്ലാവുകളിൽ ഒന്നായിരുന്നു ആദിത്യൻ്റെ വീട്. ഗേറ്റുകൾ കടന്നു പോയപ്പോൾ തന്നെ ഹൃതികയ്ക്ക് മനസ്സിലായി ഇത് മറ്റൊരു ലോകമാണെന്ന്. താൻ ജീവിച്ചു വന്ന സാഹചര്യങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്തൊരു ലോകം. വീടിൻ്റെ അകത്ത് നിറയെ പൂക്കളും അലങ്കാരങ്ങളും ഉണ്ടായിരുന്നു. കുറച്ച് ബന്ധുക്കളും പരിചയക്കാരും അടങ്ങുന്ന ചെറിയൊരു കൂട്ടം ആളുകൾ. അവരെല്ലാവരും ഹൃതികയെ കൗതുകത്തോടെ നോക്കി. ആദിത്യൻ്റെ മുത്തശ്ശി, അതീവ ഗൗരവക്കാരിയായ ഒരു സ്ത്രീ, അവളെ സൂക്ഷിച്ചു നോക്കി. ചടങ്ങ് വേഗം കഴിഞ്ഞു.
താലി കെട്ടുമ്പോഴും സിന്ദൂരമണിയുമ്പോഴും ഹൃദയയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല താനിപ്പോൾ ആദിത്യൻ്റെ ഭാര്യയാണെന്ന്. ഒരു കോൺട്രാക്റ്റിൽ ഒപ്പിട്ടതിൻ്റെ ഭാഗമായി മാത്രം. വിവാഹശേഷം ആദിത്യൻ്റെ മുത്തശ്ശി അവളെ അടുത്ത് വിളിച്ചു. ഇനി ഈ വീടിൻ്റെ മരുമകളാണ് നീ. സന്തോഷത്തോടെ ജീവിക്കണം. ആദിത്യനെ നന്നായി നോക്കണം. ഹൃദിക ചിരിക്കാൻ ശ്രമിച്ചു. ശരി മുത്തശ്ശി, അവൾ പതിയെ പറഞ്ഞു. രാത്രിയായി. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഹൃദയയ്ക്ക് വല്ലാത്ത ഒറ്റപ്പെടൽ തോന്നി. തൻ്റെ മുറിയിലേക്ക് പോകാൻ അവൾക്ക് മടിയായിരുന്നു. ആദിത്യൻ്റെ മുറിയിൽ ഒരു അപരിചിതനെ പോലെ അയാൾ അവളെ കാത്തിരിക്കുന്നുണ്ടാകുമോ? അവൾ പതിയെ മുറിയിലേക്ക് നടന്നു. വാതിൽ തുറന്നപ്പോൾ ആദിത്യൻ ബെഡിൽ പുസ്തകം വായിക്കുകയായിരുന്നു. ഹൃദയയെ കണ്ടപ്പോൾ അയാൾ പുസ്തകം അടച്ചു വെച്ചു. വെൽക്കം ടു യുവർ ന്യൂ ലൈഫ്, അയാൾ പരിഹാസം കലർന്ന ചിരിയോടെ പറഞ്ഞു. നാളെ മുതൽ എല്ലാം പഴയതുപോലെ ആയിരിക്കില്ല. എൻ്റെ മുത്തശ്ശിയടക്കം എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കും. ഓർക്കുക, ഇതൊരു അഭിനയമാണ്. ഹൃദിക തലയാട്ടി. അവൾക്ക് വാക്കുകളൊന്നും കിട്ടിയില്ല. ഈ ഒരു വർഷം എങ്ങനെ തള്ളി നീക്കും എന്ന ചിന്ത അവളെ ഭയപ്പെടുത്തി. ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ അപരിചിതരെ പോലെ ഭാര്യ ഭർത്താക്കന്മാരായി അഭിനയിച്ച് ജീവിക്കുക. നാളെ രാവിലെ 6:30 താഴെ എത്തണം, മുത്തശ്ശി പറഞ്ഞു. പൂജയുണ്ടെന്ന് ആദിത്യൻ പറഞ്ഞു. അയാളുടെ ശബ്ദത്തിൽ യാതൊരു ഭാവവുമില്ലായിരുന്നു. പിന്നെ എൻ്റെ റൂമിൻ്റെ അടുത്താണ് നിനക്ക് താമസിക്കാനുള്ള റൂം. അതിലാണ് നിൻ്റെ സാധനങ്ങളെല്ലാം വച്ചിരിക്കുന്നത്. ഹൃദിക തലയാട്ടി. അവൾക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. സ്വന്തം വീട്ടിൽ പോലും ഇത്രയും കൃത്യനിഷ്ഠയോടെ അവൾ ജീവിച്ചിട്ടില്ല. ഒരുപാട് നിയമങ്ങളും ചട്ടങ്ങളും അവളെ കാത്തിരിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ആദിത്യൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങിപ്പോയതും ഹൃദിക ബെഡിലേക്ക് തളർന്നിരുന്നു. ഇതെന്ത് ജീവിതമാണ്? തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം നൽകേണ്ട വിവാഹം വെറുമൊരു കരാറായി മാറിയിരിക്കുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ കരയാൻ പോലും അവൾക്ക് ശക്തി ഉണ്ടായിരുന്നില്ല. പിറ്റേന്ന് രാവിലെ 5:30 തന്നെ ഹൃദിക എഴുന്നേറ്റു. പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ അവൾ പരമാവധി ശ്രമിച്ചു. കുളിച്ച് ലളിതമായൊരു സാരി ഉടുത്ത് അവൾ താഴേക്കിറങ്ങി. അടുക്കളയിൽ ആരെയും കണ്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ആദിത്യൻ്റെ മുത്തശ്ശി അവിടേക്ക് വന്നു. മോൾ എഴുന്നേറ്റോ? പൂജയ്ക്ക് ഇനിയും സമയമുണ്ട്, മുത്തശ്ശി പറഞ്ഞു. നിനക്കെന്തെങ്കിലും വേണോ? ചായയോ കാപ്പിയോ? വേണ്ട മുത്തശ്ശി, ഞാൻ കുറച്ച് വെള്ളം കുടിച്ചോളാം, ഹൃദിക വിനയത്തോടെ പറഞ്ഞു. അവൾ ഹൃദയെ സൂക്ഷിച്ചു നോക്കി. മോൾ ആദിത്യനെ സന്തോഷിപ്പിക്കണം. അവനൊരാവശ്യത്തിനും ആരെയും ബുദ്ധിമുട്ടിക്കാറില്ല. പക്ഷേ അവന് സ്നേഹം കുറവാണ്. ഹൃദയ ഒന്നും മിണ്ടിയില്ല. അവർക്ക് ആദിത്യനെക്കുറിച്ച് എന്തറിയാം? വെറും ഒരു കരാർ വിവാഹമാണിതെന്ന് ഇവരെങ്ങനെ മനസ്സിലാക്കും? അപ്പോഴേക്കും ആദിത്യൻ പൂജാമുറിയിലേക്ക് വന്നു. അമ്പലത്തിൽ പോയി വന്നതുപോലെ അയാൾ വൃത്തിയായി വേഷം മാറിയിരുന്നു. ഹൃദയയെ കണ്ടപ്പോൾ അയാൾ ചെറിയൊരു പുഞ്ചിരി നൽകി. അതൊരു യഥാർത്ഥ പുഞ്ചിരിയായിരുന്നോ അതോ വെറുമൊരു അഭിനയമായിരുന്നോ എന്ന് ഹൃദയയ്ക്ക് മനസ്സിലായില്ല. പൂജ കഴിഞ്ഞു. മുത്തശ്ശിയുടെ നിർബന്ധപ്രകാരം ഹൃദികയും ആദിത്യനും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. അപ്പോഴും അവരുടെ സംസാരം വളരെ കുറവായിരുന്നു. ഔദ്യോഗികമായ ചില കാര്യങ്ങൾ മാത്രം. ദിവസങ്ങൾ കടന്നുപോയി. ഹൃദിക ആ വലിയ വീട്ടിലെ ജീവിതവുമായി പൊരുത്തപ്പെടാൻ തുടങ്ങി. രാവിലെ നേരത്തെ എഴുന്നേറ്റ് മുത്തശ്ശിക്ക് കൂട്ടായി പൂജാമുറിയിലും അടുക്കളയിലുമൊക്കെ സഹായിച്ചു. ആദിത്യൻ രാവിലെ ഓഫീസിലേക്ക് പോയാൽ രാത്രി വൈകിയേ തിരിച്ചെത്താറുള്ളൂ. അതുകൊണ്ട് അവൾക്ക് അയാളുമായി അധികം സംസാരിക്കേണ്ടി വന്നില്ല. ഒരു ദിവസം മുത്തശ്ശിക്ക് ചെറിയ പനിയായി. ഹൃദയയാണ് അവർ നോക്കിയത്. മരുന്ന് കൊടുത്ത് ഭക്ഷണമുണ്ടാക്കി കൊടുത്തു. ശരീരം തുടച്ചു കൊടുത്തു. മുത്തശ്ശിക്ക് ഹൃദയയോട് വലിയ സ്നേഹമായി. എൻ്റെ മരുമകൾ എനിക്ക് മകളെപ്പോലെയാണ്. ആദിത്യന് നല്ലൊരു കുട്ടിയെ കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്, മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഹൃദയയുടെ മനസ്സിൽ കുറ്റബോധം തോന്നി. ഒരു നുണയിൽ കെട്ടിപ്പടുത്ത ജീവിതമാണിത്. ഈ സ്നേഹം താൻ അറിയിക്കുന്നില്ലെന്ന് അവൾക്ക് തോന്നി. അന്ന് രാത്രി ആദിത്യൻ വീട്ടിലെത്തിയപ്പോൾ ഹൃദിക മുത്തശ്ശിയുടെ കാര്യങ്ങൾ പറഞ്ഞു. മുത്തശ്ശിക്ക് ഇപ്പോഴും നല്ല പനിയുണ്ട്, ഹൃദിക പറഞ്ഞു. ആദിത്യൻ അവളുടെ മുഖത്തേക്ക് നോക്കി. നീ അവരെ നന്നായി നോക്കുന്നുണ്ടല്ലോ. താങ്ക്സ്. ഹൃദയയ്ക്ക് അത്ഭുതമായി. ആദിത്യൻ ഇതാദ്യമായിട്ടാണ് തന്നോട് ഇത്രയും സ്നേഹത്തോടെ സംസാരിക്കുന്നത്. അതോ തനിക്ക് തോന്നിയതാണോ? അതൊക്കെ എൻ്റെ കടമയല്ലേ, ഹൃദിക പതിയെ പറഞ്ഞു. അതല്ല, എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം മുത്തശ്ശിക്ക് ആരും ഉണ്ടായിരുന്നില്ല. നിന്റെ സാന്നിധ്യം അവർക്ക് വലിയ ആശ്വാസമാണ്, ആദിത്യൻ തുടർന്നു. അയാളുടെ ശബ്ദത്തിൽ നേരിയ നനവുണ്ടോ എന്ന് ഹൃദിക സംശയിച്ചു. ആ നിമിഷം ആദിത്യൻ ഒരു ബിസിനസ്സുകാരനല്ലെന്ന് ഹൃദയയ്ക്ക് തോന്നി. വെറുമൊരു മനുഷ്യൻ, സ്നേഹം ആഗ്രഹിക്കുന്ന ഒരു സാധാരണക്കാരൻ. അവരുടെ ഈ കരാർ വിവാഹ ബന്ധത്തിൽ ചെറിയ വിള്ളൽ വീഴുകയാണോ? ഹൃദികയുടെ മനസ്സിൽ പുതിയ ചിന്തകൾ ഉദിച്ചു.